ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ചെറുപ്പക്കാരനായ യുവാവ് വിളിക്കുകയുണ്ടായി. എനിക്ക് പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ ഏറിയ സമയവും സംസാരിച്ചത് ഈ അടുത്തായിട്ട് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ പിതാവിനോടുള്ള നീരസമാണ് പ്രകടമാക്കിയത്. സാമ്പത്തികമായിട്ട് തെറ്റില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചതായ അദ്ദേഹം 2 ജ്യേഷ്ഠ സഹോദരനും ഒരു സഹോദരിയും ഉണ്ടായിരിക്കെ അദ്ദേഹത്തിൻ്റെ പിതാവിനോടുള്ള നീരസം അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ പ്രകടമാക്കിയത്, പിതാവായിരുന്ന ഉപ്പയായിരുന്ന ആൾ 2 സഹോദരന്മാരെയും നല്ല രൂപത്തിൽ പഠിപ്പിച്ചു. തെറ്റില്ലാത്ത രൂപത്തിൽ അവരെ പഠിപ്പിക്കുകയും മെച്ചപ്പെട്ട ജോലി അവർക്ക് കിട്ടുകയും അവരുടെ വിവാഹത്തിലും വീട് വയ്ക്കാനും വണ്ടി വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുമൊക്കെ പിതാവ് നല്ല രൂപത്തിൽ സാമ്പത്തികമായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ തൻ്റെ ഒരേ ഒരു മകൾക്ക് വേണ്ടിയിട്ടും പിതാവ് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും ജോലിയുള്ള ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടുള്ള ഒരു യുവാവിനെ കണ്ടെത്തി നല്ല രൂപത്തിൽ പിതാവ് ആ മകൾക്ക് വേണ്ടുന്ന ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ആ പിതാവിനെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഒരുക്കി കൊടുത്തു. ഈ ഏറ്റവും ഇളയവനായ എന്നോട് സംസാരിച്ച വ്യക്തി പറഞ്ഞത്, പിതാവ് ഇവനെ അങ്ങ് തഴഞ്ഞു കളഞ്ഞു. ഏറ്റവും ഇളയവനായ ഇവനിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയോ മറ്റ് ഇവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സമ്പത്ത് ചിലവഴിക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ ഇവൻ്റെ കരിയർ നഷ്ടപ്പെടുത്തി എന്ന ഒരു നിലയ്ക്കായിരുന്നു ഈ യുവാവ് എന്നോട് സംസാരിച്ചത്. അവന് എൻജിനീയറിംഗ് പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു. പിതാവ് പക്ഷേ അതിന് സമ്മതിച്ചില്ല. അവനെ ആർട്സിന് അയക്കുകയും ആ കോഴ്സൊന്നും ഫില്ലപ്പ് ചെയ്യാതെ ഇപ്പോൾ വളരെ മനോവിഷമത്തിൽ ആയിട്ട് കഴിഞ്ഞ ആ വ്യക്തി എന്നോടായിട്ട് പറഞ്ഞതിൻ്റെ മേജറായിട്ടുള്ള കാര്യമെന്നുള്ളത്, 2 ജ്യേഷ്ഠന്മാർക്കും തൻ്റെ സഹോദരിക്കും വേണ്ടി നല്ല ഒരു എമൗണ്ട് അവരെ പഠിപ്പിക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വിനിയോഗിച്ചതായ പിതാവ്, ഗൾഫുകാരനായിരുന്ന പിതാവ് ഇവന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചിലവഴിച്ചില്ല. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ തൻ്റെ സഹോദരങ്ങളോടും സഹോദരിയോടുമൊക്കെ പിണങ്ങിക്കഴിയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായത്. എൻ്റെ പ്രിയമുള്ളവരോടായിട്ട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാതാപിതാക്കളോടായിട്ട് സഗൗരവം നാം നമ്മളുടേതായ മക്കളുടേതായ വിഷയത്തിൽ നിലപാടിൽ നാം സ്വീകരിക്കേണ്ട പ്രവാചകൻ്റെ വളരെ മനോഹരമായ നമ്മളെ ബോധവാന്മാരാക്കുന്ന ഒരു ഹദീസുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടേതായ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കുകയും ചെയ്യണേ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വളരെ അർത്ഥവത്തായിട്ടുള്ള, നാം ഓരോരുത്തരും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട സഗൗരവം മക്കളുടെ വിഷയത്തിൽ കാണിക്കേണ്ട ജാഗ്രതയാണ് ഈ ഹദീസിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുന്നത്. ഒരാൾക്ക് 2 മക്കളുണ്ടെന്ന് സങ്കല്പിക്കുക. മൂത്ത മകനെ ഒരാൾ MBBSന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിക്കുന്നു. തുടർന്ന് അതിൻ്റെ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടും അതിനേക്കാൾ ഉപരിയായി പൈസ ചിലവഴിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു. അതേസമയം ഇളയ ഒരാൾ നിൽക്കുകയാണ്. അദ്ദേഹത്തെ 10ാം ക്ലാസ് വരെ വിട്ട് ട്യൂഷനും വിടാതെ വീട്ടിൽ നിർത്തി അവനെ തീരെ മൈൻഡ് ചെയ്യാതിരുന്ന നമുക്ക് പറയാൻ പറ്റുമോ ആ പിതാവ് അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ തൻ്റെ മക്കളോട് നീതി കാണിച്ചു എന്ന്? ഒരാൾക്ക് വേണ്ടി 1 കോടി രൂപ ചിലവാക്കുകയും മറ്റേ ആൾക്ക് വേണ്ടി 1 ലക്ഷം രൂപ പോലും ചിലവാക്കാതിരിക്കുകയും ചെയ്യുക. നാം ഒന്ന് ചിന്തിക്കുകയും, അതൊരു നീതിയാണോ നാം നമ്മളുടേതായ മക്കളോട് കാണിക്കുന്നത്? ഇനി ഒരു പിതാവ് ഒരു മാതാവ് ഈ ഒരു നിലപാടാണ് മക്കളോട് കാണിച്ചത് എങ്കിൽ അതിലൂടെ അവരുടെ മാതാപിതാക്കളുടെ കാലശേഷം അല്ലെങ്കിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നതായ സന്ദർഭത്തിൽ തന്നെ ഈ മക്കളൊക്കെ വളർന്ന് മുതിർന്ന് കാര്യപ്രാപ്തി ആകുമ്പോൾ ഒരാൾ നല്ല സാമ്പത്തികമായി മെച്ചപ്പെട്ട ശ്രേണിയിലേക്ക് ഉയർന്നു വരുമ്പോൾ അതേ സമയത്ത് നമ്മുടേതായ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ നാം അവർക്ക് വേണ്ടുന്ന കെയറിങ് നൽകാതെ അവരെ കണ്ടില്ല എന്ന് നടിച്ച് അവർക്ക് അതുപോലെയുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ വേർതിരിവ് നാം നമ്മുടെ മക്കൾക്കിടയിൽ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റവന് ആ സഹോദരങ്ങളോടുള്ള വൈമനസ്യവും ഇഷ്ടക്കേടും പൊരുത്തക്കേടും താല്പര്യമില്ലായ്മയും കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന തരത്തിലേക്കൊക്കെ അത് മാറിപ്പോകാൻ കാരണമാകുന്നതാണ്. പിതാവാകട്ടെ മാതാവാകട്ടെ തൻ്റെ മക്കളോട് കാണിക്കേണ്ട നീതി ബോധത്തെ ഉണർത്തുന്ന പ്രവാചകന്റെ മനോഹരമായ വചനമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക്
പഠിപ്പിച്ചു തരുന്നത്. ഒരു മകനോട് മാത്രം പ്രത്യേകമായ സ്നേഹം, താല്പര്യം, ഇഷ്ടം, പ്രത്യേകമായിട്ടുള്ള കെയറിങ് വിദ്യാഭ്യാസത്തിലും വീടുണ്ടാക്കി കൊടുക്കുന്നതിലും വാഹനം വാങ്ങിച്ചു കൊടുക്കുന്നതിലും വിവാഹം നോക്കുന്ന വിഷയത്തിലും മറ്റു അവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം, അതേസമയം അവനോടൊപ്പമുണ്ട മറ്റവനോട് അല്ലെങ്കിൽ മറ്റു മക്കളോട് താല്പര്യക്കുറവ്, ഇഷ്ടക്കേട് കാണിക്കുക, അത് നീതിയല്ല. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഉചിതവുമല്ല. ഒരു മകനോ മകളോ 2 മക്കളുള്ള ആൾ ഒരാൾക്ക് സമ്മാനം നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുക, മകൾക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുക, മകൻ അതേസമയം വില കുറഞ്ഞ ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അതൊന്നും നീതിയല്ല. നാം നമ്മുടെ മക്കളെ ഒരേ കണ്ണിൽ കാണാൻ ശ്രമിക്കുക. പല മാതാപിതാക്കളും ഉണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ശൈലി, സമ്പത്തുള്ള 2 ആൺമക്കളാണെന്ന് സങ്കല്പിക്കുക. സമ്പത്തുള്ള മകനോട് ഉമ്മാക്ക് പ്രത്യേക സ്നേഹം, അതേസമയം സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്നവനോട് അത്ര വലിയ താല്പര്യമില്ല. അതൊന്നും ശരിയായ നിലപാടല്ല. മറിച്ച് നാം നമ്മുടേതായ മക്കൾക്ക് അവരോടുള്ള സമീപനം നീതിയിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം. മാതാപിതാക്കളോട് ഒരിക്കലും നാം നമ്മുടെ മക്കൾക്കിടയിൽ പക്ഷാപാതങ്ങൾ കാണിക്കരുത്. അങ്ങനെ പക്ഷാപാതങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ 2 മകളോട്, നമുക്കുള്ള 2 പെൺമക്കളോട് നല്ല താല്പര്യമാണ്, ആൺമോനെ നമ്മൾ തീരെ ഗൗനിക്കുന്നില്ല എങ്കിൽ അത് അവരിൽ നീരസവും നമ്മളോടുള്ള ഇഷ്ടക്കേടും താല്പര്യമില്ലായ്മയും അവൻ്റെ മനസ്സിൽ അതൊരു എപ്പോഴും സങ്കടവും ദുഃഖവും പ്രയാസവുമായിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ, സ്വന്തം സഹോദരങ്ങളോട് മാതാപിതാക്കളോടുള്ള ആ ഒരു ബന്ധം തന്നെ മുറിച്ചു കളയുന്നതിന് അങ്ങനെ വേർതിരിവുകൾ നാം കാണിക്കുന്നത് കാരണമാക്കും. 2 പെൺമക്കളുണ്ട്, അവരെ നല്ലതുപോലെ MBBSന് പഠിപ്പിച്ചു, നല്ല ലക്ഷങ്ങൾ മുടക്കി അവരുടെ വിവാഹങ്ങളൊക്കെ നടത്തി. അതേസമയം നമ്മുടെ മകനെ ദറസിൽ വിട്ട്, അവനെ അല്ലെങ്കിൽ ദറസിൽ വിട്ടു, കുഴപ്പമില്ല, അങ്ങനെ പഠിച്ചു. അവനാണെങ്കിൽ അവൻ്റെ പഠനം പൂർത്തീകരിച്ച് വരുമ്പോൾ അവന് വേണ്ടുന്നതായ ഭൗതികമായ സാഹചര്യങ്ങൾ, ഇത്രയും നമ്മുടെ പെൺമക്കളെ നല്ല MBBSന് അല്ലെങ്കിൽ നല്ല എഞ്ചിനീയറിങ്ങിന് നല്ല രൂപത്തിൽ കെട്ടിച്ചു വിട്ട മാതാപിതാക്കൾ ഈ ദറസിൽ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന മകന് അവന് വേണ്ടുന്ന ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി ഒരുക്കി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ചില മക്കൾക്ക് വേണ്ടി നാം സമ്പത്ത് അധികം ചെലവഴിക്കുന്നു, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിക്കൊണ്ട് നമ്മുടേതായ മറ്റു മക്കളോട് നാം പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഒരു രോഗിയായൊരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ, അവർക്ക് വേണ്ടി നമ്മൾ ചികിത്സിക്കുന്നു, അപ്പോൾ അതിൻ്റെതായ റീസൺസ് നാം നമ്മുടെ മക്കൾക്ക് കൂടി പറഞ്ഞ് അതിൻ്റെ നീതിബോധം അവർക്ക് പ്രത്യേകം കെയറിങ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ നല്ല മിടുക്കരായിട്ടുള്ള ഒരു മകനുണ്ട്, അവനെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ അതിൻ്റെ കാരണം കൂടി പഠിക്കാൻ കുറച്ച് ലോ ആയിട്ടുള്ള ആ മകന് അല്ലെങ്കിൽ ആ മകൾക്ക് അതിൻ്റെ ആ ഒരു നീതിബോധം, എന്ത് കാരണം കൊണ്ടാണ് നിന്നോടുള്ള ഇഷ്ടക്കുറവോ ഇഷ്ടക്കേടോ താല്പര്യമില്ലായ്മയോ കേടോ കൊണ്ടൊന്നുമല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് മനസ്സിലാക്കി ബോധവാന്മാരാക്കിയാണ് നാം ചെയ്യുന്നത് എങ്കിൽ ഒരു പ്രശ്നവും അതിലൂടെ വരുത്തുന്നില്ല. അതേസമയം നാം ഒരാളെ തീർത്തും അങ്ങ് തഴഞ്ഞിട്ട് താല്പര്യമില്ലായ്മ കാണിച്ചുകൊണ്ടാണെങ്കിൽ ആ കുട്ടിക്ക് അവൻ്റെ ജീവിതാന്ത്യം വരെ ആ മാതാപിതാക്കളോട് നീരസവും താല്പര്യക്കുറവും ഇഷ്ടക്കേടും മാത്രമായിരിക്കും. ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീതമായ ഈ ഒരു വചനം മാതാപിതാക്കളായ എന്നെ കേൾക്കുന്ന നാം ഓരോരുത്തർക്കും വലിയൊരു ഗുണപാഠം തന്നെയാണ്. നാം നമ്മുടേതായ മക്കൾക്കിടയിൽ നീതിബോധത്തോടു കൂടിയിട്ട് പെരുമാറുക. അള്ളാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് കൂടി ഈ ഒരു ചെറിയ പ്രവാചകന്റെ അധ്യാപനത്തെ അറിയിച്ചു കൊടുക്കണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു നസീഹത്തുമായിട്ട് ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.